മുണ്ടക്കയം വെള്ളനാടി ചാച്ചിക്കവല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗമ്യത കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച നിർധനരായ പെൺകുട്ടികൾക്ക് കല്യാണ ദിവസം അണിയുന്നതിനാവശ്യമായ കല്യാണ വസ്ത്രങ്ങളുടെ വസ്ത്ര ബാഗിന്റെയും നിർധനരായവർക്ക് മറ്റ് വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്നതിന് ശേഖരിച്ചതിന്റെയും ഉദ്ഘാടനം നടന്നു. PS ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൗമ്യത കുടുംബശ്രീ സെക്രട്ടറി റബീന സിയാദ് സ്വാഗതം അർപ്പിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അനുപമ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് റെന്റ് കൊടുത്തുകൊണ്ട് രണ്ട് ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വിവാഹം നടത്തുന്ന ആളുകളുണ്ട്. ഇത് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അമിതമായിട്ട് പണം ചിലവാക്കാതെ അത് മറ്റൊരാൾക്ക് കൂടി ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സന്തോഷകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രസ് ബാങ്ക് കളക്ഷനിലേക്ക് ഒരുപാട് പേര് കൊണ്ടുതരാനും അതുപോലെ തന്നെ പത്തനാട് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ കളക്ട് ചെയ്ത് വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പാവപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട്. ഇനി ഈ വിവാഹ വസ്ത്രങ്ങൾ ഇതിലേക്ക് ഡ്രസ് ബാങ്കിലേക്ക് വരുമ്പോൾ മറ്റെല്ലാ ചടങ്ങുകൾക്കും മറ്റ് വിവാഹമായാലും അല്ലെങ്കിൽ ഒരു ആഘോഷവേളയിലാണേലും അവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തുകയ്ക്ക് റെൻറ്റിന് ഈ ഡ്രസ്സ് എടുക്കുകയും ആ പൈസ മറ്റൊരു നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡ്രസ് ബാങ്ക് തുടങ്ങുന്നത്. ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഡ്രസ്സുകൾ കൊടുത്ത് മാതൃകയാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾക്ക് ചില ആളുകൾക്ക് ഇതൊന്നും കിട്ടാതെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പുതിയ മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അത് നോക്കി നിന്ന് അല്ലെങ്കിൽ കടകളിലൊക്കെ നമ്മൾ കയറും. പ്രത്യേകിച്ച് സ്ത്രീകളെയും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്രസ്സ് എടുത്താൽ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കി വാങ്ങേണ്ട ഒരു സാഹചര്യം പലർക്കും ഉണ്ട്. മനസ്സുകൊണ്ട് ചിലപ്പോൾ 2000 രൂപയുടെയും 5000 രൂപയുടെയും ഡ്രസ്സായിരിക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ മനസ്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ ചിലവാക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ 1000-ൻ്റെയോ അല്ലെങ്കിൽ 500-ൻ്റെയോ ഒക്കെ ഡ്രസ്സ് എടുത്ത് മക്കൾക്ക് കൊടുത്തും നമുക്കെടുത്തുമൊക്കെ നമ്മൾ തൃപ്തി അടയാറുണ്ട്. പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് ഡ്രസ്സുകൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാനും അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ ഒരു അവസരമാണിത്. ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. പ്രത്യേകിച്ച് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ വസ്ത്രങ്ങളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. ഞാൻ ഈ പ്രദേശം ഓർക്കുന്നുണ്ട്. നമ്മളെ ചെറുവായി ഞാൻ രാവിലെ നടത്തത്തിന് വരുന്ന ഒരു പ്രദേശമാണ്. നേരത്തെയൊക്കെ അവിടെ കുപ്പിച്ചില്ലും ട്യൂബിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് വേസ്റ്റ് കൂടി കിടന്ന പ്രദേശം. ഇവിടെ റമിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ നന്നായിട്ട് പൂച്ചെടി വെച്ച് സാധാരണ പൂച്ചെടി വെക്കുന്നതോടെ പലരും ചെയ്താറുണ്ട്. അതല്ല, അവർ കൃത്യമായി വെള്ളം ഒഴിച്ച് പരിപാലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും നല്ല മനോഹരമായി ഈ പ്രദേശം മാറി. ഞങ്ങൾ തന്നെ പല പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകുമ്പം മാതൃകയാക്കി പറയുന്നതാണ് ഇവിടുത്തെ വീട്ടമ്മമാർ. എല്ലാം ഇരിക്കുന്ന വീട്ടമ്മമാരാണ്. അവർക്ക് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്ന ആളുകളല്ല. പക്ഷേ അവർ നമ്മുടെ പ്രദേശം നന്നായി പോകണം എന്നുള്ള കാഴ്ചപ്പാടുകൂടി എന്നാൽ സാമൂഹ്യ സേവനത്തെ വലിയ മുൻപരിചയമുള്ള ആളുകൾ ക്രമീകരണം ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളാണ്. അവരൊന്നും അങ്ങനെ പൊതുപ്രവർത്തനങ്ങൾക്ക് വന്നിരുന്ന ആളുകളല്ല. പക്ഷെ അവരുടെ പ്രദേശത്ത് ഇത് ചെയ്തപ്പോൾ അതൊരു വലിയ മാതൃകയായി. ആ മാതൃകയ്ക്ക് നല്ല അംഗീകാരം കിട്ടി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കല്യാണ ഡ്രസ്സ് ഉൾപ്പെടെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ചെയ്യുന്നത് വലിയൊരു മുന്നോട്ടുള്ള ആളുകൾക്കും പ്രചോദനം കിട്ടുന്ന വലിയൊരു പ്രവൃത്തിയാണ് എന്ന് പ്രത്യേകം ഇവരെ അഭിനന്ദിക്കുകയാണ്. ഇതിന്റെ പരിപാടിയിൽ ഗായിക അലീന പീറ്ററിനെ ആദരിച്ചു. യോഗത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികൾ പങ്കെടുത്തു.